നോയൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിത് പ്രോഗ്രാം മാവേലിക്കരയിലാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ പ്രൈസിന് ഇവിടെ ഈ ചാനലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്നേക്ക് കേബിളാണ്, അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്. സ്നേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചാനലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസോള് US16 ആണ്, ഡിജിറ്റൽ. പിന്നെ ഉപയോഗിക്കുന്നത് ഇതിന് നമ്മൾ ടോപ്പ് ലൈനറിക്ക് ഉപയോഗിക്കുന്നത് ആനോഡിൻ്റെ 4800 എന്ന് പറയുന്ന ആമ്പാണ്, 4 ചാനൽ. അതാണ് നമ്മൾ അതിലെ ലൈനറിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് സബിന് ഉപയോഗിക്കുന്നത് HD 80+ എന്ന് പറയുന്ന ആമ്പാണ്. അത് PODO, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഇത് കൊടുക്കണ്ട, EP പിന്നെ മൊബൈൽ പിന്നെ കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടാം അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ലൈനറി ലോറൻസിൻ്റെ T228 എന്ന് പറയുന്ന നമ്പറിലുള്ള ലൈനറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ രാത്രി 2 മണിക്കാറായി. ഞങ്ങൾ എത്തിയത് പകലത്തെ പ്രോഗ്രാമല്ല, മോണിറ്റർ സെറ്റിംഗ് ആയിട്ട് മോണിറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രാവില്ല ഹായ് നോക്കടാ, ഹായ്. ഒരു മൈക്ക് ഇട്ടടാ, ഒന്നാലോട്ടൊരു മൈക്ക് ഇട. ഒന്നാമത്തെ ചാനൽ ഒരു മൈക്ക് ഇട്ടേ. രണ്ടിലോട്ടൊരു മൈക്ക് ഇട്ടേ. പോലീസറാ, എന്നിട്ട് ഓട്ടോ മോണിറ്റർ, ഓട്ടോമാറ്റിക് മോണിറ്റർ സെറ്റ് ചെയ്യണം. ഞാൻ മോണിറ്റർ സെറ്റ് ചെയ്തോണ്ടിരിക്കും. സമയം എന്നാടാ? 2 മണിയായിരുന്നു അല്ലേ? പകല് പ്രോഗ്രാമാണ്, അത് കാരണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൊന്നൂസ് എൻ്റെ ബൈക്കിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൊന്നൂസ് ബൈക്ക് സെറ്റ് ചെയ്യുക. പൈസ ഒരു മൈക്ക് എടുത്തോളാം, ഒരു മൈക്ക് സെറ്റ് ചെയ്യാം. രാത്രി സൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ക്യാമ്പിൻ്റെ സൗണ്ടാണ്. കുഞ്ഞാവുണ്ട്, പൊന്നേശുണ്ട്, ഞാനുണ്ട്, റീസറുണ്ട്, എല്ലാം സെറ്റ് ചെയ്തൊക്കെ വരുന്നത്. ക്യാമ്പ് സെൻ്ററാണ്. ഇങ്ങനെ സൗണ്ട് സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തു ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി മോണിറ്റർ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി സെൻട്രൽ ഫീൽഡൊക്കെ കേട്ടോ, സെൻട്രൽ ഫീൽഡ് അതാണ്. 4 ലൈനറി, 2 ജീവൻസ്. ദൈവദാസന്മാർ, മ്യൂസിക് സിസ്റ്റം, അതോടൊപ്പം തന്നെ നോയൽ സൗണ്ട്, ഈ IM നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിൻ്റെ മാനേജ്മെൻറ്റ്, അതിമനോഹരമായ ആഹാരം നമ്മൾ നമ്മുടെ എല്ലാ ക്യാമ്പിലും ഒരുക്കി തരുന്ന പ്രിയ സജി വെട്ടൂർ ബ്രദർ, അവരോട് എല്ലാവരോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ ഒറ്റ വാക്കിൽ അറിയിച്ചു കൊള്ളുന്നു.